നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തവണ കടന്നുപോയത് ഏറ്റവും മികച്ച ഒരു തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും തന്നെയില്ലാതെ കുറ്റമറ്റതായ രീതിയിൽ തിരഞ്ഞെടുപ്പ് കാലം കടന്നു പോകുന്നു. നാളെ അന്തിമ വിധിയും അറിയാം. അതിലേക്ക് തന്നെയാണ് ജനങ്ങൾ ഉറ്റുനോക്കി കാതുകൂർപ്പിച്ചിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ രാജ്യത്ത് 64.2 കോടി വോട്ടർമാരാണ് വോട്ട് ചെയ്തത്. ഇത് വെറുമൊരു വോട്ടെടുപ്പായിട്ടല്ല, പകരം ഇതൊരു ലോക റെക്കോർഡാണെന്നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വോട്ടെണ്ണലിന് മുന്നോടിയായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലൂടെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതികരണം പുറത്തുവിട്ടിരിക്കുന്നത്. വനിതാ പങ്കാളിത്തത്തിലും ഇത്തവണ റെക്കോർഡ് വിജയം നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 31 കോടി 20 ലക്ഷം വനിതാ വോട്ടർമാർ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും മികച്ചൊരു നേട്ടമായി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. സംഭവ ബഹുലമായ ഒരു തിരഞ്ഞെടുപ്പ് കാലമാണ് കഴിഞ്ഞു പോയത്. വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചുവെന്നും രാജീവ് കുമാർ വ്യക്തമാക്കുന്നുണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ പങ്കാളികളായ എല്ലാവരെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ വെല്ലുവിളികൾ തന്നെയായിരുന്നു ഇതിനു മുന്നിൽ ഉണ്ടായിരുന്നത്. അതിനെയൊക്കെ തന്നെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാനായി സാധിച്ചു. സംതൃപ്തി നിറഞ്ഞ ദൗത്യം തന്നെയാണ് പൂർത്തീകരിച്ചത്. ചില ആരോപണങ്ങൾ അങ്ങേയറ്റം വേദനിപ്പിച്ചു. പക്ഷേ എന്നിരുന്നാൽ പോലും മികച്ച രീതിയിൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞുവെന്നും രാജീവ് കുമാർ തന്നെ വ്യക്തമാക്കി. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടയിൽ സംഭവിച്ച ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. ജമ്മു കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് സജ്ജമായി തന്നെ ഒരുങ്ങിയിരിക്കുന്നു. അതിനുള്ള എല്ലാ സൂചനകളും അവർ നൽകി കഴിഞ്ഞിരിക്കുന്നു. വിധി കൂടി പുറത്തു വരുമ്പോൾ കൃത്യമായ ഒരു ചിത്രം അത് മനസ്സിലാക്കാനായി കേന്ദ്ര സർക്കാരിന് സാധിക്കും. മണിപ്പൂരിലാകട്ടെ കാര്യമായ ആക്രമണ സംഭവങ്ങൾ ഇത്തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. മണിപ്പൂർ കത്തി അമരുന്ന വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പിൽ അതൊന്നും തന്നെ പ്രതിഫലിച്ചിട്ടില്ല. വലിയ സംഘർഷങ്ങളില്ലാതെ വോട്ടെടുപ്പ് അവസാനിച്ചു. 1054 കോടി രൂപ, 2198 കോടിയുടെ സൗജന്യ വസ്തുക്കൾ, 868 കോടിയുടെ മദ്യം എന്നിവയാണ് ഇതിനിടയിൽ പിടിച്ചെടുക്കാനായി തിരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടുള്ളതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. അതേസമയം മറ്റൊരു ആരോപണം ഉയർന്നു നിൽക്കുന്ന ഒരു ആവശ്യം ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ചതിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയതായിട്ടുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. പോസ്റ്റൽ ബാലറ്റ് ആദ്യം എണ്ണി തീർക്കണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണുന്നത് പ്രായോഗികമല്ലെന്നാണ് കമ്മീഷന്റെ നിലപാട്. പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ചു വയ്ക്കാനുള്ള വ്യവസ്ഥയുണ്ട്. കൃത്രിമം നടക്കുമെന്ന വാദം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കമ്മീഷൻ പറയുന്നത്. എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് വോട്ടെണ്ണൽ സുതാര്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ മുന്നണി നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. തിരഞ്ഞെടുപ്പ് ഫലത്തെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും അപമാനിക്കാൻ ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം BJP നേതാക്കൾ ഉയർത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് കമ്മീഷനിലേക്ക് നേതാക്കൾ എത്തിയത്. 295 സീറ്റ് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി ഉറപ്പിച്ചു പറയുന്നത്. അതിനിടയിലാണ് ഇങ്ങനെയുള്ള ആരോപണം കൂടി കൊഴുക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.